അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 14. ക്വസ്റ്റ്യൻ നമ്പർ 14 മെട്രിസസ് എന്നുള്ള ചാപ്റ്ററും അതുപോലെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നതാണ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്നുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു സൊല്യൂഷൻ ആണ് ആൽഫ. അങ്ങനെയാണ് അതുപോലെ എ എന്നുള്ള മെട്രിക്സിന്റെ വാല്യൂ 1/√3 ഇൻറ്റു മെട്രിക്സ് 1 1 1 1 ആൽഫ ആൽഫ സ്ക്വയർ 1 ആൽഫ സ്ക്വയർ ആൽഫ റൈസ് ടു 4. അങ്ങനെയാണെങ്കിൽ ആൽഫ റൈസ് ടു 31ന്റെ വാല്യൂ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് അറിയുന്ന കോംപ്ലക്സ് നമ്പേഴ്സിലെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 0 എന്നുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ റൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒമേഗയും ഒമേഗ സ്ക്വയറും ആണ് വരിക. ഇതിനെ പറയുന്ന പേര് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്നാണ് പറയുക അല്ലേ, ഓർമ്മ ഉണ്ടല്ലോ, ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. അതിൽ നമ്മൾ കുറച്ച് റിസൾട്ടുകൾ പഠിച്ചിട്ടുണ്ട്. റിസൾട്ടുകൾ ഇങ്ങനെയാണ്, 1 പ്ലസ് ഒമേഗ സ്ക്വയർ 0 എന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഒമേഗ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, അത് 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇനി ഒമേഗ റൈസ് ടു ഏത് ഒരു 3ന്റെ മൾട്ടിപ്പിൾ വന്നു കഴിഞ്ഞാലും അതിന്റെ ആൻസർ 1 വരുള്ളൂ. അപ്പൊ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. 1 പ്ലസ് ഒമേഗ സ്ക്വയർ 1 പ്ലസ് ഒമേഗ ക്യൂബിന്റെ വാല്യൂ 1 ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ പഠിച്ചത് ഒമേഗ റൈസ് ടു 3n, 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 1. അതുപോലെ 3ന്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലാണെങ്കിൽ ഇതിന്റെ വാല്യൂ ഒമേഗയാണ്. അതുപോലെ 3ന്റെ മൾട്ടിപ്പിളിനേക്കാളും 2 കൂടുതലാണെങ്കിൽ ഇതിന്റെ വാല്യൂ ഒമേഗ സ്ക്വയർ ആണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോംപ്ലക്സ് നമ്പറിൽ പഠിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മോട് പറയണത് ഇതിന്റെ റൂട്ട് ആൽഫയാണെന്നാ. അങ്ങനെയെങ്കിൽ ഇതിന് 2 റൂട്ടാണ് ഉള്ളത്, ഒമേഗയും ഒമേഗ സ്ക്വയറും. അപ്പൊ ആൽഫ ആയിട്ട് നിങ്ങൾക്ക് എന്ത് എടുക്കാം, ഞാൻ ഇവിടെ ഒമേഗയെ ഞാൻ ആൽഫയായിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എ എന്നുള്ള മെട്രിക്സ് എന്ത് വരിക, എ = 1/√3 ഇൻറ്റു മെട്രിക്സ്, ഇവിടെ ആൽഫക്ക് പകരം ഒമേഗ കൊടുക്കുക. അപ്പൊ എന്ത് വരും, 1 1 1 1 ഒമേഗ സ്ക്വയർ 1 ഒമേഗ സ്ക്വയർ. ഇവിടെ എന്താ, ആൽഫ റൈസ് ടു 4, അതെന്താ ഒമേഗ റൈസ് ടു 4 ആണ്. ഒമേഗ റൈസ് ടു ആൽഫ റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ അത് ഒമേഗ റൈസ് ടു 4 ആണ്. ഒമേഗ റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താ, 3ന്റെ മൾട്ടിപ്പിളിനേക്കാളും 1 കൂടുതലാണ്. 3ന്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലാണെങ്കിൽ അത് ഒമേഗയോട് ഈക്വൽ ആവൂലേ. അങ്ങനെയെങ്കിൽ ഇതിന്റെ വാല്യൂ എന്താ, ഒമേഗയാണ്. അപ്പൊ ഇവിടെ ഞാൻ എന്ത് കൊടുത്തു, ഒമേഗ എന്ന് കൊടുത്തു. ഇനി എ റൈസ് ടു 31 ആട്ടോ കാണേണ്ടത്. ആദ്യം ഞാൻ എ സ്ക്വയർ എന്ന് കണ്ടുവെക്കാം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, എ ഇൻറ്റു എ. അപ്പൊ ഈ ഒരു മെട്രിക്സും ഇത് തന്നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ അതിൽ രണ്ടിൽ എന്തുണ്ടാവും, കോൺസ്റ്റന്റ് 1/√3 ഉണ്ടാവും. 1/√3 ഇൻറ്റു 1/√3 എന്താവും, 1/3 ആവും. പിന്നെ മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യണം. 1 1 1 1 ഒമേഗ സ്ക്വയർ 1 ഒമേഗ സ്ക്വയർ ഒമേഗ ഇൻറ്റു ഇവിടെ 1 1 1 1 ഒമേഗ സ്ക്വയർ 1 ഒമേഗ സ്ക്വയർ ഒമേഗ = 1/3 ഇൻറ്റു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 3 എന്ന് വരും. ഇനി ഇവിടെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം അല്ലേ, 1 ഇൻറ്റു 1 1 പ്ലസ് 1 ഇൻറ്റു ഒമേഗ പ്ലസ് 1 ഇൻറ്റു ഒമേഗ സ്ക്വയർ. അതായത് അവിടെ എന്ത് വരും, 1 പ്ലസ് ഒമേഗ സ്ക്വയർ. എന്താ 1 പ്ലസ് ഒമേഗ സ്ക്വയർ 0 എന്ന് വരും. അപ്പൊ ഇവിടുത്തെ വാല്യൂ 0 വരും. ഇനി അടുത്തത് ഇവിടുത്തെ കിട്ടാൻ ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം, അതായത് 1 ഇൻറ്റു 1 1 പ്ലസ് 1 ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഒമേഗ, അതായത് 1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ, അതിന്റെ വാല്യൂ 0. ഇനി അടുത്തത് കിട്ടാൻ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതായത് 1 ഇൻറ്റു 1 1 പ്ലസ് ഒമേഗ സ്ക്വയർ, ഇതും 0 ആകും. ഇതേപോലെ 1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ റൈസ് ടു 4, ഒമേഗ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്താ, ഒമേഗ റൈസ് ടു 4, ഒമേഗ റൈസ് ടു 4ന്റെ വാല്യൂ എന്താ, ഒമേഗ. അപ്പൊ ഇവിടെ എന്ത് വരും, 1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ, അതും 0 ആണ് വരിക. ഇനി അടുത്തത് 1 ഇൻറ്റു 1 1 പ്ലസ് ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ, അത് ഒമേഗ ക്യൂബിന്റെ വാല്യൂ എന്താ, 1. അപ്പൊ അത് 1 ആയി. ഇനി ഒമേഗ സ്ക്വയർ ഇൻറ്റു ഒമേഗ, അത് ഒമേഗ ക്യൂബ്, അതും 1. അപ്പൊ 1 പ്ലസ് 1 എന്ത് വരും, 3 വരും. അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇനി അടുത്തത് ഇതൊക്കെ കിട്ടാൻ തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, 1 ഇൻറ്റു 1 1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ, ആൻസർ 0 കിട്ടും. ഇനി അടുത്തത്
1 പ്ലസ് ഒമേഗ ക്യൂബ് പ്ലസ് ഒമേഗ ക്യൂബ് എന്താ 1 പ്ലസ് 1 പ്ലസ് 1 3. ഇനി അടുത്തത് 1 പ്ലസ് ഒമേഗ റൈസ് 4 എന്താ ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ, അതായത് 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്താ 0. ഇങ്ങനെയായിരിക്കും അത് കിട്ടുക. ഇനി ഒരു മെട്രിക്സിൽ ഒരു കോൺസ്റ്റന്റിന് വേണമെങ്കിൽ എല്ലാത്തിലും ആ ഒരു കോൺസ്റ്റന്റിന് പുറത്തേക്ക് എടുക്കാം. ഇവിടെ എന്ത് 3 എല്ലാത്തിലും ഇല്ലേ, 0 എന്ന് പറഞ്ഞാൽ 0 × 3 അല്ലടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3നെ കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്താൽ ഈ 1/3 × 3 ആ 3യും 1/3 തമ്മിൽ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ ഉണ്ടാകുക, അതായത് 1/3 × 3 3നെ പുറത്തേക്ക് എടുത്തു. പിന്നെ മെട്രിക്സിന്റെ ഉള്ളിൽ 1 0 0 0 0 1 0 1 0 ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇവിടെ 3യും 3യും ക്യാൻസൽ ആയി പോയി. ഇതാണ് A² എന്നുള്ള മെട്രിക്സ് വരിക. ഇനി ഞാൻ A⁴ എന്നുള്ളൊരു മെട്രിക്സ് ആണ്. A⁴ എന്ന് പറഞ്ഞാൽ എന്താ, A² × A² അല്ലേ A⁴. അതുകൊണ്ട് A² എന്ന് പറഞ്ഞാൽ 1 0 0 0 0 1 0 1 0 ഇൻറ്റു 1 0 0 0 0 1 0 1 0 ഈ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1 × 1 പ്ലസ് 0 × 0 പ്ലസ് 0 × 0 1 കിട്ടും. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 1 × 0 പ്ലസ് 0 × 0 പ്ലസ് 0 × 1 0. അടുത്തത് ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം 1 × 0 പ്ലസ് 0 × 1 പ്ലസ് 0 × 0 0 കിട്ടും. ഇതുപോലെ ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 0 × 1 പ്ലസ് 0 × 0 പ്ലസ് 1 × 0 0. സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 0 × 0 പ്ലസ് 0 × 0 പ്ലസ് 1 × 1 1. അടുത്തത് സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം 0 × 0 പ്ലസ് 0 × 1 പ്ലസ് 1 × 0 0. അടുത്തത് തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 0 × 1 പ്ലസ് 1 × 0 പ്ലസ് 0 × 0 0. തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 0 × 0 പ്ലസ് 1 × 0 പ്ലസ് 0 × 1 0. ലാസ്റ്റ് തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം 0 × 0 പ്ലസ് 1 × 1 പ്ലസ് 0 × 0. ആൻസർ 1. ഇത് നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ. അപ്പൊ I⁴ ന്റെ 4 എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പൊ I⁸ എന്ന് പറഞ്ഞാലോ അത് I⁴ ന്റെ I⁴ ആണ്, അല്ലെങ്കിൽ I ന്റെ സ്ക്വയർ ആണ്, അത് I n അല്ലേ വരിക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് A ന്റെ പവറിൽ 4ന്റെ മൾട്ടിപ്ലൈ ഏത് വന്നാലും അത് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ A⁻31 ആണ് കാണേണ്ടത്. 31ന്റെ തൊട്ട് മുമ്പുള്ള 4ന്റെ മൾട്ടിപ്ലൈ ഏതാ, 31ന്റെ തൊട്ട് മുമ്പുള്ള 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് 28 ആണ്. അപ്പൊ 28ന്റെ വാല്യൂ എന്താ, അത് I ആ വരിക. അപ്പോ I⁻31 എന്ന് പറഞ്ഞാൽ അതെന്താ I⁻28 ഇൻറ്റു A⁻28 ഇൻറ്റു A³. A⁻28ന്റെ വാല്യൂ എന്താ I. അപ്പൊ I ഇൻറ്റു A³ that is answer become A³. അപ്പോൾ ഇതിന്റെ ആൻസർ A³ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15 സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു 5 ടേംസ് ഉണ്ട്, ഒരു AP-യിലുള്ള 5 ടേം. അതിന്റെ സം 25ഉം പ്രൊഡക്റ്റ് 2520ഉമാണ്. ആ 5 ടേമിലുള്ള ഏതോ ഒരു ടേം -1/2 ആണെങ്കിൽ അതിലുള്ള ഗ്രേറ്റസ്റ്റ് ടേം ഏതാണെന്നാ ചോദിച്ചത്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സെലക്ഷൻ ഓഫ് ടേംസ് ഇൻ ആൻ AP എന്നുള്ള ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. 3 ടേം ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിന്റെ ടേമിനെ സെലക്ട് ചെയ്യാം, A-D A+D. ഇവിടെ 5 ടേമിന്റെ സമ്മാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അതിന്റെ ടേംസിനെ സെലക്ട് ചെയ്യാറ്, A-2D A-D A+D A+2D. ഇതാണ് 5 ടേം എന്ന് ഞാൻ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ പറയണത് ഇതിന്റെ സം 25 ആണെന്നാ പറയണത്. സം എന്ന് പറഞ്ഞാൽ എന്താ, A-2D പ്ലസ് A-D പ്ലസ് A+D പ്ലസ് A+2D ഈക്വൽ ടു 25. അടുത്ത് ചെയ്യുന്ന സമയത്ത് -2Dയും +2Dയും ക്യാൻസൽ ആകും. ഇതുപോലെ തന്നെ -Dയും -Dയും ക്യാൻസൽ ആകും. പിന്നെ ഇവിടെ എന്താ ഉണ്ടാകുക,
plus a plus a plus a plus a 5a which is equal to 25. That is value of a is 5. അങ്ങനെയാണെങ്കിൽ ഈ ടേംസിൽ എ ഉള്ള ഭാഗത്തൊക്കെ എന്ത് വരും? 5കൾ വരും. ഇനി അതിന്റെ പ്രൊഡക്റ്റ് 2520 എന്നാ പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 മൈനസ് എന്റെ ഭാഗത്തേക്ക് 5 കൊടുത്താൽ 5 മൈനസ് 2d ഇൻറ്റു 5 minus d into 5 into 5 plus d into 5 plus 2d is equal to 2520. രണ്ട് സൈഡിലും 5 ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ ഇവിടെ 5 ഫുൾ ആയിട്ട് പോകും. ഇവിടെ 5 എത്ര പ്രാവശ്യം പോകും? 2ല് പോകില്ല. 25 5 ടൈംസ്. ഇനി 2ല് പോകില്ല. അപ്പോൾ 0 കൊടുക്കുക. 20ന് 5 4 ടൈംസ്. അപ്പോൾ 504 എന്ന് വരും. ഇനി ഇവരെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ 5 മൈനസ് 2d ഇൻറ്റു 5 പ്ലസ് 2d എ മൈനസ് ബി എ പ്ലസ് ബി മോഡൽ അല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അപ്ലൈ ചെയ്താൽ ഇവിടെ എന്ത് വരും? 5 സ്ക്വയർ മൈനസ് 2dയുടെ ഹോൾ സ്ക്വയർ എന്താ? അത് 4d സ്ക്വയർ ഇൻറ്റു ഇവിടെ എ മൈനസ് ബി എ പ്ലസ് ബി അപ്ലൈ ചെയ്താൽ 5 സ്ക്വയർ മൈനസ് d സ്ക്വയർ ഇസ് ഈക്വൽ ടു 504 എന്ന് കിട്ടും. അതായത് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താ? 25 മൈനസ് 4d സ്ക്വയർ ഇൻറ്റു ഇവിടെ 25 മൈനസ് d സ്ക്വയർ ഇസ് ഈക്വൽ ടു 504 എന്നാണ് കിട്ടുക. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 25 into 25 625 25 into minus d square minus 25 d square minus 4d square into 25 minus 100 d square minus 4d square into minus d square plus 4d raised to 4 is equal to 504 എന്ന് കിട്ടും. ഇനി ഇതിൽ d raised to 4 ന്റെ വാല്യൂ ആദ്യം എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? 4d raised to 4 ഈ മൈനസ് 25 d സ്ക്വയർ മൈനസ് 100 d സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് 125 d സ്ക്വയർ. ഇനി പ്ലസ് 504 ഇങ്ങോട്ട് വരിക. അപ്പോൾ 125 മൈനസ് 504 എന്ത് വരും? 121 എന്ന് വരും. ഇസിക്കൽ ടു 0. ഇതൊരു ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ ആണ്. പക്ഷെ ഞാനത് എന്ത് ചെയ്യാൻ അറിയാം? ഇത് d റൈസ്ഡ് 4 കഴിഞ്ഞിട്ട് പിന്നെ d സ്ക്വയർ അല്ലേ ഉള്ളത്? d ക്യൂബ് ഒന്നും ഇതിലില്ലല്ലോ. അതുകൊണ്ട് ഞാനിതൊരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഓഫ് d സ്ക്വയർ. അതായത് d സ്ക്വയർ ഹോൾ സ്ക്വയർ അല്ലേ? അതുകൊണ്ട് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഓഫ് d സ്ക്വയർ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഞാൻ ഫാക്ടറൈസേഷൻ അപ്ലൈ ചെയ്യാൻ പോവാ. ഫാക്ടറൈസേഷൻ പറയുന്നത് എന്താണ്? സമ്മ് ചെയ്താൽ മൈനസ് 125 പ്രൊഡക്റ്റ് ചെയ്താൽ 121 into 4 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ്. സം ചെയ്താൽ മൈനസ് 125 കിട്ടണം. പ്രൊഡക്റ്റ് ചെയ്താൽ 121 into 4 കിട്ടണം. ഏതൊക്കെ രണ്ട് നമ്പേഴ്സ്? മൈനസ് 121 ആൻഡ് മൈനസ് 4 കണ്ടോ? ഇത് രണ്ട് സം ചെയ്താലും മൈനസ് 125 പ്രൊഡക്റ്റ് എടുത്താലോ 121 into 4 ഈക്വൽ ആവൂലേ? അങ്ങനെയെങ്കിൽ അതിന്റെ ആൻസർ നേരിട്ട് പറയാം. ഇതൊരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഓഫ് d സ്ക്വയർ ആണ്. അപ്പൊ d സ്ക്വയർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ കിട്ടിയ നമ്പേഴ്സ് ഉണ്ടല്ലോ, അതായത് മൈനസ് 121ഉം അതേപോലെ മൈനസ് 4ഉം അതിനെ d സ്ക്വയറിന്റെ അതായത് എക്സ് സ്ക്വയറിന്റെ കോയിഷ്യന്റിനെ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതിന് നെഗറ്റീവ് ചെയ്താൽ 4 ആണ് കോയിഷ്യന്റ്, അതിന് നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയ നമ്പർ അത് മൈനസ് 4 ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ കോയിഷ്യന്റിനെ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതായത് മൈനസ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ d സ്ക്വയറിന്റെ വാല്യൂ എനിക്ക് എന്ത് കിട്ടി? ഒന്ന് 121/4, മറ്റേതോ 1. അങ്ങനെയെങ്കിൽ ഡിയുടെ വാല്യൂ എന്ത് വരും? അതായത് പ്ലസ് ഓർ മൈനസ് 11/2 ഓർ പ്ലസ് ഓർ മൈനസ് 1. അപ്പൊ ഇതിൽ ഏതാണ് കോമൺ ഡിഫറൻസ് വരിക എന്നുള്ളതാണ് അടുത്ത വിഷയം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇതിലുള്ള ഒരു ടേം മൈനസ് 1/2 ആണ്. അതായത് ഒരു ടേം മൈനസ് 1/2 ആണ്. ഇതിലുള്ള മിഡിൽ ടേം എന്താ? 5 അല്ലേ വരുന്നത്? മിഡിൽ ടേം 5 ആണ്. അങ്ങനെയെങ്കിൽ പ്ലസ് 1 ആയാലും മൈനസ് 1 ആയാലും 5 കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി പ്ലസ് 1 ആണെന്ന് എഴുതിക്കും, 5 കഴിഞ്ഞാൽ 6 പിന്നെ 7, അടിയിക്കാണെങ്കിലോ 4 3 അങ്ങനെയല്ലേ വരിക? ഫ്രാക്ഷൻസ് ഒരിക്കലും വരില്ല. അപ്പോൾ ഇതിലുള്ള ഒരു ടേമിന് ഫ്രാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ കോമൺ ഡിഫറൻസ് ഒരിക്കലും പ്ലസ് ഓർ മൈനസ് 1 ആകില്ല എന്നുള്ള കാര്യം തീരുമാനമായി. അങ്ങനെയെങ്കിൽ കോമൺ ഡിഫറൻസ് പ്ലസ് ഓർ മൈനസ് 11/2. അത് നിങ്ങൾക്ക് ഏത് കൊടുക്കാം? പ്ലസ് 11/2 എടുക്കാം, മൈനസ് 11/2 എടുക്കാം. പ്ലസ് 11/2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചെറുതെന്ന് വലുതിലേക്ക് പോകുന്ന രീതിയിൽ ഒരു AP കിട്ടും. ഇനി അത് മൈനസ് 11/2 ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് വരുന്ന രീതിയിൽ ഒരു AP കിട്ടും.
അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഗ്രേറ്റസ്റ്റ് ടേം ആ ചോദിച്ചത്. ഞാൻ 11/2 എടുത്തു. 11/2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റസ്റ്റ് ടേം ഏതായിരിക്കും? 5 + 2d ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ടേം കാണാൻ 5 + 2d അപ്ലൈ ചെയ്യാം. അപ്പോ ഗ്രേറ്റസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 5 + 2d, അതായത് 5 + 2 × 11/2. ഇവിടെ 2കൾ തമ്മിൽ ക്യാൻസലായി 5 + 11 ആൻസർ ബിക്കം 16. അതായത് ഗ്രേറ്റസ്റ്റ് ടേം ഈസ് 16. 16th ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് x⁻k + y⁻k = a⁻k എന്നുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് dy/dx + y/x all to the power 1/3 = 0 എങ്കിൽ k യുടെ വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ. ഞാൻ ചെയ്യുന്ന പരിപാടി x⁻k + y⁻k = a⁻k എന്നുള്ള ഫംഗ്ഷനെ അതിന്റെ കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് ഞാൻ മാറ്റാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു x. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുന്ന സമയത്ത് x⁻k become k × x⁻k - 1 plus y⁻k become k × y⁻k - 1 into dy/dx is equal to ഈ a യും k യും കോൺസ്റ്റന്റ് ആയത് കാരണം അതിന്റെ ഡെറിവേറ്റീവ് എന്താ? 0. ഇനി ഈ ഇക്വേഷനെ തന്ന രൂപത്തിലേക്ക് മാറ്റണം എങ്കിൽ മാത്രമേ ആ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കാണാനും അതുവഴി കെന്റെ വാല്യൂ കാണാനും സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ട് dy/dx പ്ലസ് ഈ ഫോമിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ k × x⁻k - 1നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ the resulting equation become k × y⁻k - 1 into dy/dx is equal to minus k × x⁻k - 1 എന്ന് വരും. ഇവിടെ രണ്ട് സൈഡിലും k എന്നുള്ള കോൺസ്റ്റന്റ് ക്യാൻസൽ ആയി പോകും. ഈ ഇൻറ്റു y⁻k - 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ബൈ ആയിട്ട് മാറും. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? dy/dx is equal to മൈനസ് ഇവിടെ ഉണ്ട്, ഇതിന്റെ രണ്ടിന്റെ പവർ സെയിം ആയത് കാരണം അത് x/y all raised to k - 1 എന്ന് വരും. ഈ മൈനസ് x/y all raised to k - 1നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് dy/dx പ്ലസ് x/y all raised to k - 1 is equal to 0. പക്ഷേ നമുക്ക് വേണ്ടത് എന്താ? y/x all raised to മോഡലാണ് വേണ്ടത്. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്? x/y all raised to ടൈലല്ലേ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, x⁻⁻a എന്ന് പറഞ്ഞാൽ അത് 1/x⁻a ആണ്. അതുപോലെ തന്നെ x/y all raised to -a നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? y/x all raised to a എന്ന് എഴുതാം. അതായത് ഇതിന്റെ ഉള്ളിലുള്ള നമ്പർ അതിന്റെ റെസിപ്രോക്കൽ ആവുന്ന സമയത്ത് അതിന്റെ പവറിന്റെ സൈൻ ചേഞ്ച് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ ഈ x/y നെ y/x ആക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? dy/dx പ്ലസ് y/x all to the power k - 1ന്റെ നെഗറ്റീവ് അതായത് 1 - k which is equal to 0. അങ്ങനെയെങ്കിൽ കറസ്പോണ്ടിങ് ടേംസ് ഈക്വൽ ആവൂലേ? ഇവിടെ dy/dx ന്റെ പവർ ഇവിടെ y/x ന്റെ പവർ 1/3, ഇവിടുത്തെ y/x ന്റെ പവർ 1 - k. അങ്ങനെയെങ്കിൽ 1 - k is equal to 1/3. that is value of k become 1 - 1/3. that is final answer become 2/3. option 2 is correct. ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. 17th ക്വസ്റ്റ്യനിൽ പറയുന്നത് എ കോയിൻ ഈസ് ടോസ്ഡ് 5 times. അതായത് ഒരു അൺബയാസ്ഡ് കോയിൻ ആണ് ടോസ് ചെയ്യുന്നത് 5 times. അങ്ങനെയാണെങ്കിൽ അവിടെ ഡിഫൈൻ ചെയ്യുന്ന റാൻഡം വേരിയബിൾ ഇതാണ്. x ഈസ് അസൈൻ ടു ദ വാല്യൂ ഓഫ് k. x എന്നുള്ള റാൻഡം വേരിയബിളിന്റെ വാല്യൂ k ആണ് when k consecutive heads are occurred. അങ്ങനെയാണെങ്കിൽ k എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ഹെഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേറെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. k യുടെ വാല്യൂ എന്താ? 3, 4, 5. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ഹെഡ്സ് occurred ആണ് ഈ x എന്നുള്ള റാൻഡം വേരിയബിളിന്റെ പണി. പക്ഷെ k ന്റെ വാല്യൂ എന്തേ ആകാൻ പാടുള്ളൂ? 3, 4, 5.
ഇനി ഇത് മൂന്നും അല്ലാത്ത കേസിലോ ആ റാൻഡം വേരിയബിളിന്റെ വാല്യൂ എന്താണ്? -1 ആണ്. അങ്ങനെയെങ്കിൽ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് ആണ് ചോദിക്കുന്നത്. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നുള്ളതിന് മീനിങ് എന്താണ്? മീനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതെങ്ങനെ കാണാന്നുള്ള വിഷയം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ റാൻഡം വേരിയബിൾസ് ഏതൊക്കെ വരാം? 3 വരാം, 4 വരാം, 5 വരാം. അതാണ് ഇവിടെ അസൈൻഡ് ആയിട്ടുള്ള വാല്യൂ. k കോൺസിക്യൂട്ടീവ് ഹെഡ്സ് occurred. കെയുടെ വാല്യൂ 3, 4, 5. ഇനി ഇതൊന്നും വന്നില്ലെങ്കിൽ എന്തും വരാം? -1 വരാം. അങ്ങനെയാണെങ്കിൽ ഇത്തരം റാൻഡം വേരിയബിൾസ് മാത്രമേ ഇതിലുണ്ടാകുള്ളൂ. അങ്ങനെയെങ്കിൽ ഇതിന്റെ മീന് എക്സ്പെക്ടേഷൻ കാണണം. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ എന്ത് കാണണം? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തയ്യാറാക്കണം. അതിനു മുമ്പ് ഞാൻ ഓരോന്നിന്റെയും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി കാണാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3. ഇതിനർത്ഥം എന്താ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 കോൺസിക്യൂട്ടീവ് ഹെഡ്സ്. എടാ 3 കോൺസിക്യൂട്ടീവ് ഹെഡ്സ് എന്ന് പറയുമ്പോൾ 5 കോയിൻ അല്ലേ ടോസ് ചെയ്തത്? അപ്പൊ എങ്ങനെയൊക്കെ വരാം 3 കോൺസിക്യൂട്ടീവ് ഹെഡ്സ്? ഒന്ന് എച്ച് എച്ച് എച്ച്, 3 ഹെഡ്സ് കോൺസിക്യൂട്ടീവ് ആയി. പിന്നെ ടി ടി, അതായത് 3 കോൺസിക്യൂട്ടീവ് ഹെഡ്സ്. എക്സാക്ട്ലി 3 കോൺസിക്യൂട്ടീവ് ഹെഡ്സ് കേട്ടോ. കാരണം ഇനി 4, 5 വേറെ വേറെ കേസുകൾ ഉണ്ട്. ഇനി അടുത്തത് എങ്ങനെ വരാം? ടി എച്ച് 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 ടി, ഇവിടെയും 3 കോൺസിക്യൂട്ടീവ് ഹെഡ്സ് ആണ്. ഇനി അടുത്തത് ടി ടി എച്ച് എച്ച് എച്ച്, ഇവിടെയും 3 കോൺസിക്യൂട്ടീവ് ഹെഡ്സ് ആണ്. ഇനി വല്ലതും ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ? അതായത് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിക്കൂടെ? അതായത് എച്ച് 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 ടി എച്ച്, ഇവിടെ 4 ഹെഡ് ഉണ്ടെന്ന് മാത്രം. പക്ഷെ 3 എന്തേ ഉള്ളൂ? കോൺസിക്യൂട്ടീവ് ഉള്ളൂ. ഇങ്ങനെയും വേണമെങ്കിൽ ഉണ്ടാകാം. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകാം എച്ച് ടി എച്ച് എച്ച് എച്ച്, ഇവിടെയും 3 കോൺസിക്യൂട്ടീവ് ഹെഡ്സ് ഉണ്ട്. ഇനി വേറെ ഏതെങ്കിലും രീതി പോസിബിൾ ആണോ? ഇനി ഒരു രീതിയിലും ഈ 3 കോൺസിക്യൂട്ടീവ് ഹെഡ്സ് ഉണ്ടാകൂല. അങ്ങനെയെങ്കിൽ ഫേവറബിൾ കേസസ് എന്താണ്? 5. അപ്പൊ ഫേവറബിൾ കേസ് ബൈ ടോട്ടൽ കേസ് അല്ലേ പ്രോബബിലിറ്റി. ഇനി ടോട്ടൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 കോയിൻ ആട്ടോ ടോസ് ചെയ്തത്. ഒരു കോയിൻ ഞാനവിടെ ടോസ് ചെയ്താൽ അത് 2 രീതിയിൽ ഒക്കെ ചെയ്യാം, ഹെഡ് ഓർ ടെയിൽ. സെക്കൻഡ് കോയിൻ ടോസ് ചെയ്താൽ, അല്ലെങ്കിൽ ആ കോയിൻ സെക്കൻഡ് ടൈം ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോയിനും 2 വേസിൽ ഒക്കെ ചെയ്യാം, ഹെഡ് ഓർ ടെയില്. മൂന്നാമത്തെ കോയിനും 2 വേസിൽ ഒക്കെ ചെയ്യാം, നാലാമത്തെ കോയിനും 2 വേസിൽ ഒക്കെ ചെയ്യാം, അഞ്ചാമത്തെ കോയിനും 2 വേസിൽ ഒക്കെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ കോയിന് 5 ടൈംസ് ആണ് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാതും കൂടി എത്ര രീതിയിൽ ഒക്കെ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഇല്ലേ? ഒരു ഇവന്റ് m വേസിലും അനദർ ഇവന്റ് n വേസിലും ഒക്കെ ചെയ്യാണെങ്കിൽ ഈ 2 ഇവന്റും കൂടി ടുഗദർ എത്ര വേസിൽ ഒക്കെ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ mn അല്ലേ സാധാരണ പറയാറ്. അങ്ങനെയാണെങ്കിൽ ഈ 5 ഇവന്റും ഒരുമിച്ച് എത്ര രീതിയിൽ ഒക്കെ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഇവന്റ്സും എത്ര രീതിയിൽ ഒക്കെ ചെയ്യാം? 2 into 2 into 2 into 2 into 2, 2 raised to 5 ടൈംസ് ഒക്കെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് ഒക്കറൻസ് എന്താണ്? 2 raised to 5. ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ ബിക്കം 5/32. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് റാൻഡം വേരിയബിൾ x is equal to 3. ഇതേപോലെ പ്രോബബിലിറ്റി ഓഫ് ദ റാൻഡം വേരിയബിൾ x is equal to 4 ഉണ്ട്. 4 എന്ന് പറയുമ്പോൾ 4 കോൺസിക്യൂട്ടീവ് ഹെഡ്സ് വരുന്ന രീതി. അതിന്റെ ടോട്ടൽ കേസ് ഫേവറബിൾ ബൈ ടോട്ടൽ ആണ്. ടോട്ടൽ നമുക്കറിയാം അടിയിൽ 2 raised to 5, അതായത് 32 ആണ്. അങ്ങനെയെങ്കിൽ 4 കോൺസിക്യൂട്ടീവ് ഹെഡ് കിട്ടുന്നത് എത്ര രീതി ഉണ്ടാവും? ഒന്ന് എച്ച് 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 എച്ച്, പിന്നെ ടി, ഇവിടെ 4 കോൺസിക്യൂട്ടീവ് ഹെഡ്സ് വരും. ഇനി അടുത്ത് വേറെ ഒരു രീതിയും കൂടി ഇല്ലേ? ടെയില് ഹെഡ് 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 ഹെഡ്, ഇവിടെയും 4 കോൺസിക്യൂട്ടീവ് ഹെഡ്സ് വരും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഫേവറബിൾ കേസ് എന്താണ്? 2 അല്ലേ വരിക? That is final answer become 2/32. വേണമെങ്കിൽ 1/16 എന്ന് എഴുതാം. ഇനി അടുത്തത് P of x is equal to 5 കോൺസിക്യൂട്ടീവ് ഹെഡ്സ് വരുന്ന രീതി. 5 കോൺസിക്യൂട്ടീവ് ഹെഡ്സ് എന്ന് പറയുമ്പോൾ ആകെ 5 കോയിനെ ടോസ് ചെയ്യുള്ളൂ. അതിനർത്ഥം ഈ 5 കോയിൻ എന്ത് കിട്ടണം? ടെയിൽ കിട്ടണം. അതായത് ഫേവറബിൾ കേസ് ആകെ ഒന്നേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് 1/2 raised to 5, ദാറ്റ് ഈസ് 1/32. അങ്ങനെയെങ്കിൽ ഇതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇവിടെ റാൻഡം വേരിയബിൾ ഉണ്ട്, ഇവിടെ അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി. റാൻഡം വേരിയബിൾ എന്തൊക്കെയുണ്ട്? 4 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, പിന്നെ എന്തും കൂടെ ഉണ്ട്? -1 ഉണ്ട്. പക്ഷെ നമ്പർ ഓഫ് -1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ഹെഡ്സ് ഒക്കെ അല്ല. ഇതൊന്നും വന്നില്ലെങ്കിൽ ആ റാൻഡം വേരിയബിളിന്റെ വാല്യൂ എന്താണ്? -1 ആണെന്നാ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എങ്ങനെ കണ്ടെത്തുക? അതായത് ഇതേ രീതിയിൽ കണ്ടെത്താൻ സാധിക്കൂലല്ലോ. ഇതാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ഹെഡ്സ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെ പറയാൻ സാധിക്കാത്തത് കാരണം അത് കാണേണ്ട രീതി ഇങ്ങനെയാണ്.
നമുക്കറിയാം ഇതിന്റെ പ്രോബിലിറ്റി 5/32 ആണെന്ന് അറിയാം, ഇതിന്റെ പ്രോബിലിറ്റി 2/32 ആണെന്ന് അറിയാം, ഇതിന്റെ പ്രോബിലിറ്റി 1/32 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, സിഗ്മ പി ഐ ടോട്ടൽ പ്രോബിലിറ്റി എന്താകണം? 1 ആകണം. അങ്ങനെയെങ്കിൽ ഇതിന്റെ പ്രോബിലിറ്റി എനിക്ക് അറിയില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ അതിന് k എന്ന് കൊടുക്കുമെന്ന് വിചാരിച്ചോ. അങ്ങനെയെങ്കിൽ ഇതിന്റെ ടോട്ടൽ പ്രോബിലിറ്റിയുടെ സമ്മ് 1 ആകണല്ലോ. ദാറ്റ് ഈസ് 5/32 പ്ലസ് 2/32 പ്ലസ് 1/32 പ്ലസ് k which is equal to 1. എല്ലാത്തിന്റെ ഡിനോമിനേറ്റർ സെയിം ആയത് കാരണം ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്ത് ഡിനോമിനേറ്റർ അതേപോലെ എഴുതി കഴിഞ്ഞാൽ 5 + 2 + 1 that is 8/32 എന്ന് വരും. അപ്പോ 8/32 plus k is equal to 1. അങ്ങനെയെങ്കിൽ k യുടെ വാല്യൂ എന്താ? 1 minus 8/32. 32 minus 8 24/32 എന്ന് വരും. അപ്പോ k യുടെ വാല്യൂ 24/32 ആണ്. k യുടെ വാല്യൂ ഇവിടെ k യുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ഈ -1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി. അങ്ങനെയെങ്കിൽ ഇനി ഇതിന്റെ എക്സ്പെക്ടേഷൻ കാണണം, അതായത് മീൻ കാണാൻ എന്ത് ചെയ്യാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സിഗ്മ xi into pi ആണല്ലോ ഫോർമുല. സിഗ്മ xi into pi എന്ന് പറയുമ്പോൾ 3 into 5/32 plus 4 into 2/32 plus 5 into 1/32 plus -1 into 24/32. എല്ലാത്തിന്റെ ഡിനോമിനേറ്റർ 32 ആയത് കാരണം ന്യൂമറേറ്റർ തമ്മിൽ സം ചെയ്ത് ഡിനോമിനേറ്റർ അതേപോലെ എഴുതാലോ. അങ്ങനെയെങ്കിൽ ഇവിടെ 5 into 3 become 15 plus 4 into 2 become 8 and 5 into 1 become 5 and -1 into 24 become -24 all divided by 32. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആൻസർ എന്ത് വരടാ? 15 plus 5 20 20 plus 8 28 28 minus 24 become 4 that is 4/32 എന്ന് വരും. 4/32 എന്താണ് ആൻസർ വരിക? 4/32 എന്ന് പറയുമ്പോൾ ഇവിടെ 1/8 ആണ് ആൻസർ വരിക.